നമ്മൾ എത്തി നിൽക്കുന്നത് ഖത്തറിലെ കോർണിഷ് മെട്രോ സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ നമ്മെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് അതിമനോഹരമായ 2 വഴിത്താരകളാണ്. വള്ളിച്ചെടികളും വർണ്ണക്കുടകളും കൊണ്ട് അലങ്കരിച്ച സുന്ദരമായ 2 നടപ്പാതകൾ. അതിൽ ഈ ഇടതുവശത്ത് കാണുന്ന വഴിയിലൂടെ പോയാൽ ഖത്തർ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്താം. ഈ നേരെ കാണുന്ന വഴിയിലൂടെ പോയാൽ ഖത്തറിന്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ചെടുത്ത കോർണിഷ് സമുദ്രതീരത്ത് എത്തിച്ചേരാം. സൗന്ദര്യവും നിർമ്മാണ വൈഭവവും മാത്രമല്ല, ഇതിനുള്ളിലെ കുളിർമയും നമ്മളൊന്ന് ആസ്വദിച്ച് നോക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇതിനുള്ളിലൂടെ ഒന്ന് നടന്ന് ഇതിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച ശേഷം നമുക്ക് വിശദമായ റിവ്യൂയിലേക്ക് പോകാം. ആർച്ച് രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂരകൾക്ക് മുകളിൽ പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികളും നിരനിരയായി നിവർത്തി വച്ചിരിക്കുന്ന വർണ്ണക്കുടകളുമാണ് ഈ വഴിത്താരകൾക്ക് തണൽ നൽകുന്നത്. വിവിധ നിറങ്ങളിൽ പുഷ്പിച്ചു നിൽക്കുന്ന ചെറുചെടികളും കുടകളുടെ വൈവിധ്യമാർന്ന വർണ്ണങ്ങളും ഈ പാഥേയങ്ങളെ നയനമനോഹരമാക്കുന്നു. മറയുള്ള മേൽക്കൂരകൾക്ക് പകരം കുടകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ആവശ്യം വേണ്ട വെളിച്ചം ഈ നടപ്പാതകളിലേക്ക് ലഭിക്കുന്നു. പുഷ്പാലംകൃതമായ പുറംഭാഗ കാഴ്ച ഏറെ ഹൃദ്യമാണ്. രണ്ട് ലെയറുകളുള്ള ഫൈബർ ചട്ടികളിലാണ് ചെടികൾ നട്ടിരിക്കുന്നത്. പ്രവേശന കവാടത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആസ്വാദ്യകരമാകുന്ന രീതിയിലാണ് ചട്ടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കാഴ്ചയിലുള്ള ഭംഗി മാത്രമല്ല, വേനൽ ചൂടിനെ പ്രതിരോധിക്കാനും ഈ കലാസൃഷ്ടി സഹായകമാകും. ചെടികൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറു പൈപ്പുകളാണ് ചട്ടികളിൽ നിറച്ചിരിക്കുന്ന മണ്ണ് നനയ്ക്കുന്നത്. ഈ മണ്ണിലെ നനവും 2 ലെയറുകളുള്ള ഫൈബർ ചട്ടികളും ഉൾഭാഗത്തേക്ക് കുളിർമ നൽകാൻ സഹായിക്കുന്നു. ഒപ്പം കുടകളും വള്ളിച്ചെടികളും നൽകുന്ന തണൽ കൂടിയാകുമ്പോൾ വേനൽക്കാലത്തെ ചൂടുകാറ്റിനെ പോലും ശീതീകരിക്കും. ഖത്തറിലെത്തുന്ന സഞ്ചാരികൾ നമ്മെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രാജവീഥി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ വഴിത്താരയിലൂടെ ഒന്ന് നടക്കേണ്ടതാണ്. ഇതിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കേണ്ടതാണ്.
അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള വഴിയിലൂടെ നടന്ന് നമ്മൾ ഖത്തർ കോർണീഷിലെ സമുദ്രതീരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഖത്തർ ടൂറിസത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങൾ ഉള്ള സ്ഥലമാണ് ഖത്തർ കോർണീഷിലെ ഈ സമുദ്രതീരം. ആ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.